നമസ്കാരം. ഈ നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നു. അത് സംബന്ധിച്ചുള്ള സാധാരണ ജനങ്ങളുടെ ഞാൻ അഭിമുഖീകരിക്കുന്ന, അതുപോലെ ഞാൻ അറിയപ്പെടുന്ന പല പ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ചില കഷ്ടതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു പാർട്ടി സംബന്ധിച്ചോ മതം സംബന്ധിച്ചോ ജാതി സംബന്ധിച്ചോ ഒന്നുമല്ല. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സാധാരണക്കാരായ മനുഷ്യരുടെയും കുറച്ചു പേരുടെയെങ്കിലും പ്രശ്നമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടുന്നു. ഉള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല, അവിടെ എല്ലാ നെറ്റ്വർക്ക് കിട്ടും. ഗ്രാമപ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്കൊക്കെ നല്ല കണ്ടീഷനാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ഒരു മൊബൈൽ നെറ്റ്വർക്ക് പോലും, ജിയോ ആയാലും എയർടെൽ ആയാലും BSNL ആയാലും വോഡാഫോൺ ആയാലും എയർസെൽ ആയാലും എന്തായാലും ഒരു മൊബൈൽ നെറ്റ്വർക്ക് പോലും ശരിയായ വണ്ണം കിട്ടാത്ത എത്രയോ പ്രദേശമുണ്ട്. ഇപ്പോൾ എന്നെപ്പറ്റി പറഞ്ഞാൽ ജിയോയും BSNLും രണ്ടും ഒന്നിച്ച് യൂസ് ചെയ്തു. രണ്ടും ഫ്ലാപ്പാണ്. വീട്ടിൻ്റെ അകത്ത് ഒന്നും കിട്ടത്തില്ല. ചെറിയ സ്ഥലങ്ങൾ ചൂസ് ചെയ്ത് വെളിയിലോ ടെറസിലോ ഒക്കെ പോയാൽ അല്പം സംസാരിക്കും. അത് കഴിഞ്ഞ് വൈഫൈ എടുത്തു. വൈഫൈ കണക്ഷനുമായി കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കും. അതും വീട്ടിനകത്ത് സാധ്യമില്ല. BSNLനെ പോർട്ട് ചെയ്തിട്ട് എയർടെല്ലാക്കി, അതും ഫെയിലായി. എയർടെൽ ചെയ്യുന്ന ദ്രോഹം എന്ന് വെച്ചാൽ, സാധാരണ ഒരു മൊബൈൽ കമ്പനി ഒരു മാസം 30 ദിവസമാണ്, പക്ഷേ അവർ 28 ദിവസമാണ്. നമ്മൾ 28 ദിവസത്തേക്ക് ഒരു സ്കീം ചൂസ് ചെയ്ത് റീചാർജ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ആ 28 ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ 2-3 സിം യൂസ് ചെയ്യുമല്ലോ. അപ്പം ഈ 1-2 സിമ്മിന് മാസം തോറും 300-400 രൂപ റീചാർജ് ചെയ്യാൻ കഷ്ടമല്ലേ. അപ്പോൾ ഒരു സിമ്മിൽ ബാലൻസ് കാണും. അടുത്ത സിമ്മിന് ഒരു 10 ദിവസമോ 15 ദിവസമോ വെയിറ്റ് ചെയ്ത് റീചാർജ് ചെയ്യാം. ഇൻകം കാൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവർ ഈ എയർടെൽകാരൊക്കെ 28 എന്ന് പറയുന്നത് ഒരു ദിവസം കഴിയുമ്പോൾ ഇൻകമ്മിങ്ങും കട്ട് ചെയ്യുക. ഇൻകമ്മിങ്ങും കട്ട് ചെയ്തിട്ട് ദിവസം ഒരു 100 മെസ്സേജ് തരിക. നിങ്ങൾക്ക് ആ ഓഫറുണ്ട്, നിങ്ങളെ OTP പെൻഡിങ് ആണ്, നിങ്ങൾക്ക് ഇത്ര മെസ്സേജ് വന്നിരിക്കുന്നു. എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്. എത്രയോ പാവങ്ങളുണ്ടെന്ന് ഈ തമിഴ് പോലും കറക്റ്റായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ. സത്യത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഭാരതത്തിലുള്ള സാമാന്യ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഫെഡറൽ സംവിധാനമാണ്. പല രാജ്യങ്ങളിലുള്ള സിസ്റ്റത്തിനെ റീഡ് ചെയ്തിട്ട് അതിനെയൊക്കെ കോർത്തിണക്കി ഒരു ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യം. ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം ചലിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് ഇത്രയും സാമ്പത്തിക പ്രശ്നം വരാൻ കാരണം സെൻട്രലും സ്റ്റേറ്റും കൂടെ ഒരു പ്രോപ്പർ കോഓപ്പറേഷൻ ഇല്ല. ഗവൺമെൻറ്റുകൾ തമ്മിൽ ഒരു പ്രോപ്പർ കോഓപ്പറേഷൻ ഇല്ല. ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് വെറും സാധാരണക്കാർ, അതായത് മാസം 25,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർ, എന്തെങ്കിലും സ്റ്റഡിയായിട്ടൊരു വരുമാനമുള്ളവർ ഏത് പ്രശ്നത്തിനെയും അല്പസ്വല്പമൊക്കെ സോൾവ് ചെയ്തങ്ങ് പോകും. ഒരു സിം പല വീട്ടിലും 3 സിം യൂസ് ചെയ്യുന്ന വീടുണ്ട്. 3 സിമ്മും യൂസ് ചെയ്ത് വൈഫൈയും ഇരുന്നാലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതാണ്. അപ്പോൾ ഇത് ഷോർട്ട് ഫോമാണ്. ടെലഫോൺ റെഗുലേറ്ററി ഓഫ് ഇന്ത്യ. ട്രായ് എന്ന് വെച്ചാൽ ടെലഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇവർക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി? 28 ദിവസം കഴിയുമ്പോൾ ഇൻകമ്മിങ് കാൾ കട്ട് ചെയ്യുന്നു. ഡാറ്റ, ഫോൺ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനില്ല. ദിവസം 1 GB ഡാറ്റ യൂസ് ചെയ്യാത്ത എത്രയോ പേരുണ്ട്. അതിലൊരു കൺസെഷനോ അങ്ങനെ ഒന്നുമില്ല. സത്യത്തിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്താണ്? വലിയ വലിയ കമ്പനിയാണ്. നമുക്കിതിനെപ്പറ്റി ആഴത്തിൽ നിന്നുള്ള കാര്യമൊന്നും അറിയില്ല. എങ്കിലും സാധാരണ ജനങ്ങളിൽ കുറച്ച് പേരെങ്കിലും, നമ്മുടെ ഭാരതത്തിൽ പല പ്രദേശങ്ങളിലും കുറച്ച് പേരെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നു. കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് എൻക്വയറി ചെയ്യാൻ സാധിക്കാതെ, സെർച്ച് ചെയ്ത് ഓരോ ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എല്ലാ വീട്ടിലും ഇന്നും എത്രയോ വീടുകൾ വൈഫൈ കണക്ഷൻ സെറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. സ്വന്തം മൊബൈലും കൊണ്ട് അടുത്ത വീട്ടിൽ ഓടുന്ന കുട്ടികളുണ്ട്. സത്യത്തിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ മനസ്സിൽ സങ്കടം വരും. ആത്മാർത്ഥമായിട്ട് സത്യമായിട്ട് പറയാം, ഇന്ന് വരെ 5 പൈസ അടുത്തവനെ പറ്റിച്ചോ, ഗവൺമെൻറ് പൈസ 27 വർഷം ഗവൺമെൻറ്റിൽ ചെറിയ റാങ്കിലിരുന്നെങ്കിലും വല്ലതുമൊക്കെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാനുള്ള ധൈര്യമില്ല. പക്ഷേ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ടിവിയിലേക്ക് ഒരു അരമണിക്കൂർ
ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരുന്നാൽ സങ്കടം വരും. ശബരിമലയെ BJPക്കാരൊക്കെ ഒരുപാട് കുത്തിപ്പോക്കി. ഇപ്പോൾ ശബരിമല അതിനെക്കേട്ടി വലുത് അയോധ്യയിൽ കണ്ടില്ലേ? ഇവരൊക്കെ എന്താണ് ഭക്തി? ഈശ്വര സന്നിധിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിൽ ചാണകക്കുണ്ടിൽ നിന്നും 10 ലക്ഷം കിട്ടിയെന്ന്. പക്ഷേ അവിടെ ഒരു കാര്യം ചോദ്യചിഹ്നമാണ്. ആ ചാണകക്കുണ്ടിൽ നിന്നും 10 ലക്ഷം കിട്ടിയ വ്യക്തിക്ക് 10,000 രൂപ ശമ്പളമുള്ളൂ. ഇന്ന് ഡെവലപ്ഡ് കൺട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അത് പോയിട്ട് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം സമ്പത്തിൻ്റെ കുറവില്ല, സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഒരുത്തൻ്റെ കയ്യിൽ മാസം 1.5 ലക്ഷവും 2 ലക്ഷവും പോകുന്നു. ഒരുത്തൻ്റെ കയ്യിൽ 25,000 പോകുന്നില്ല. ഒരുത്തൻ 100 രൂപയ്ക്കുള്ള ബസുമതി അരി കഴിക്കുമ്പോൾ മറ്റവൻ 30 രൂപയ്ക്കുള്ള അരിയും കഴിക്കണ്ടേ? ശമ്പളത്തിൻ്റെ സ്കെയിൽ ഇന്ത്യയിലുള്ള സിസ്റ്റം ശരിയല്ല. ആധ്യാത്മികത അല്ലെങ്കിൽ ദൈവിക ചിന്ത ആ ഒരു തൂണിലാണ് ഇന്ത്യയിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. ഇവിടുത്തെ സിസ്റ്റം 100% റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. മോഡിജിയുടെ രാജ്യം എന്നുള്ള ചിന്ത, രാജ്യസുരക്ഷ വളരെ നല്ലതാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റ് സ്കീമുകൾ ചെയ്യുന്നു കോർപ്പറേറ്റിനെ മുൻനിർത്തി. അങ്ങനെ നോക്കിയാൽ ഒരു വർഷം മുമ്പ് ഈ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് എത്ര കോടി രൂപയെ. നമുക്കിതൊന്നും ഒരു നഷ്ടമില്ല, നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുന്നവരാണ്. ചർച്ച ചെയ്യണ്ടേ? ഒരു പ്രദേശത്തിനെ മൊത്തം കാലിയാക്കിയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കാശ് കൊടുത്തു. എയർപോർട്ട് വരേണ്ട ബന്ദോബസ്ത് ചെയ്ത് 5,000 കോടി രൂപയെന്ന് ഒഫീഷ്യൽ കണക്കാണ്. ലോകത്തുള്ള എല്ലാ ഫിലിം സ്റ്റാറും എല്ലാ ക്യാബറ ഡാൻസറും എല്ലാവരും വന്ന് അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് എത്ര കോടി രൂപയാണ് ചിലവാക്കിയേ. സത്യത്തിൽ ഇതൊക്കെ ആലപിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പാവങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാസം 1,000 രൂപ ഒരു മുണ്ടും സാരിയും ഫ്രീ ആയി കൊടുക്കുന്നു. സത്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ എടുക്കുന്നു അതെനിക്കിഷ്ടമില്ല. രാജ്യസുരക്ഷ എന്നുള്ള രീതിയിൽ മോഡിജിയുടെ നല്ല ഇഷ്ടമാണ്. അങ്ങേരുടെ പേഴ്സണാലിറ്റി, അങ്ങേരുടെ മെയിൻ്റനൻസ്, അതൊക്കെ. പക്ഷേ BJP ഗവൺമെൻറ്റും ഒരുപാട് കള്ളത്തരം ചെയ്യുന്നു. പക്ഷേ 3 വർഷമായി ഓപ്പോസിഷൻ സ്ട്രോങ് ഇല്ല. അതാണ് അവരുടെ ഭാഗ്യം. നല്ല രീതിയിൽ ഒരു ഓപ്പോസിഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നല്ല ഒരു നേതാവിനെ മുൻനിർത്തി ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ BJP ഇതിനെക്കേട്ടി നന്നായിട്ട് ഭരിച്ചേനെ. 2014 മുമ്പുള്ള ഇന്ത്യയും ഇപ്പോൾ ഉള്ള ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്താൽ എത്രയോ മെച്ചമാണ്. എന്നാൽ പോലും എല്ലാ ജനങ്ങൾക്കും എത്തിച്ചേരുന്നില്ല. ടെലഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യുന്നതൊക്കെ വളരെ കൊടുമയാണ്. ഇങ്ങനെയൊന്നും പാവങ്ങളുടെ പൈസ ലൂട്ട് ചെയ്യരുത്. ഒരു മനസ്സാക്ഷി വേണം. അത് ഞാൻ എൻ്റേതായ ഒരു ആശയത്തിനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത്രയും പറയാൻ ആരെ പേടിക്കുന്നുണ്ടല്ലോ. ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇത് പലരുടെയും പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയൊന്ന് തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെ ഒരു 5 പേർക്ക് ഫോർവേഡ് ചെയ്യും. എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയോ എനിക്ക് പേര് വായിക്കാൻ വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും പറയുന്നതില്ല. ചുമ്മാ ഇരുന്ന് വീട്ടിൽ നിന്ന് TV ഒക്കെ കാണുമ്പോൾ നമ്മളും ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യം ഷെയർ ചെയ്യണം. ഷെയർ ആൻഡ് കെയർ, ആ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഷെയർ ആൻഡ് കെയർ. ഇനി മറ്റൊരു ദിവസം വേറെ ഒരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം. നമസ്കാരം.